അഡ്വക്കേറ്റ് ടി ബി മിനി, ഒരു മെയിൻ കേസിലേക്ക് ഈ വിഷയം പോവുമോ എന്നുള്ളൊരു ആശങ്ക തുടർച്ചയായി രാഹുൽ ഈശ്വർ പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? രാഹുലിന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അത് ആ നിലയിൽ എന്തോ ഒരു ക്യാമ്പയിനിങ് ആവശ്യമാണ് നമ്മുടെ പക്ഷത്ത് നിന്ന് എന്ന് ആർക്കോ തോന്നിയിട്ടുണ്ടോ? അതെ, ഞങ്ങൾ 2 പ്രാവശ്യം ട്രാൻസ്ഫർ പെറ്റീഷൻ കൊടുത്ത ആൾക്കാരാണ്. എന്തായാലും നമ്മളിപ്പോ ഏതായാലും ആ ജഡ്ജി നിങ്ങളത് ഒരു കാര്യം പോസിറ്റീവായിട്ട് മനസ്സിലാക്കണം രാഹുൽ. ഒരു ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി ഹൈക്കോടതി ആ ജഡ്ജിനെ തന്നെയാണ് ഏൽപ്പിച്ചത്. ആ ജഡ്ജിയാണ് ഇപ്പോൾ ഈ പ്രതികളെ എല്ലാവരെയും ചൂണ്ടിക്കാട്ടി തന്നിരിക്കുന്നത്. രാഹുൽ ഇന്നലെ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. രാഹുലിനെ ഒരാൾ തല്ലിയാൽ സ്വാഭാവികമായും രാഹുലിനെ ആളെ തിരിച്ചറിയാമെങ്കിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. അതിൽ അയാൾ അറസ്റ്റ് ചെയ്യണം. അത് സ്വാഭാവികമായിട്ടുള്ള CRPC പ്രൊസീജിയർ അല്ലേ? നിങ്ങൾ ഹൈക്കോടതിയിലെ ജഡ്ജ്മെന്റ് 445 ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 4ാമത്തെ ക്ലോസിൽ CRPC അനുസരിച്ചുള്ള പ്രൊസീജിയർ എടുക്കുന്നതിന് ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മളുടെ മുന്നിൽ നിങ്ങൾ പ്രൈവസി എന്ന് വലുതായിട്ട് രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ഈ പ്രൈവസി അല്ലേ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടില്ലേ ദിലീപിന്റെ ആൾക്കാർക്ക്? അപ്പൊ ദിലീപിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യണം? ആ പ്രൈവസി നഷ്ടപ്പെടുത്തിയ ആളുകൾക്കെതിരെ ക്രൈം എടുത്ത് അന്വേഷിച്ച് ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യണം. ഈ ഗാഡ്ജറ്റ്സ് എല്ലാം കണ്ടുപിടിക്കണം, എന്നിട്ട് അവർ ജയിലിടണം. ഇതല്ലേ നമ്മൾക്ക് വേണ്ടത്? അത് പറയാതെ അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് 340 രാഹുൽ അഡ്വക്കേറ്റ് അല്ലേ? 340 CRPC 340 പവർ എന്താണ് ഒരു ജഡ്ജിനെ സംബന്ധിച്ച്? ആ പവർ അവിടെ ഉപയോഗിക്കണ്ടേ? എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. കാരണം ഈ ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി എന്ന് പറയുന്നത് നമ്മൾ വേറെ ഏതൊരു ജഡ്ജിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലും അത് സംശയത്തിന്റെ മുൾമുനയിൽ നിന്നേനെ. പക്ഷെ ഇപ്പൊ എന്താ, സെയിം ജഡ്ജി അവരന്വേഷിച്ചു, സത്യസന്ധമായ രീതിയിലാണെങ്കിൽ അതിൽ 3 പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു. ആ പ്രതികളെ ശിക്ഷിക്കാനുള്ള ഒരു നടപടി CRPC ഏറ്റവും കുറഞ്ഞ 3 പ്രതികളെ അതെ മതി. അവര് പറഞ്ഞല്ലോ അത്. ആ പ്രതികളെ CRPC അനുസരിച്ച് നടപടി എടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് രാഹുൽ പറയണില്ല? അല്ല, പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും CFSL പരിശോധന നടത്താമെന്നും മാറ്റർ ബി ഡിസൈഡഡ് ആഫ്റ്റർ കൾമിനേഷൻ ഓഫ് ദ ട്രയൽ 118. അല്ല എന്ന് പറഞ്ഞാല് ഇത് പറയാനായിട്ടുള്ള ഇത് ആക്ട്രസിന് അല്ലെങ്കിൽ അതിജീവിതയുടെ റൈറ്റ് ആണ്, പ്രൈവസിയാണ്. അതെങ്ങനെ അവർക്കെതിരെ നടപടി എടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കംപ്ലൈന്റ് കൊടുക്കാനുള്ള അധികാരം ആ പ്രൈവസി നഷ്ടപ്പെട്ട ആൾക്കാണ്. അല്ലാതെ എനിക്കും നികേഷിനും അല്ലെങ്കിൽ വേറെ ആളുകൾക്കും ഇത് ഞാൻ പിന്നീട് എൻ്റെ സ്റ്റാഫിനെയൊക്കെ ഒന്ന് സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരെ ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്തോ പരിഹരിക്കാമെന്ന് പറയുന്ന സാധനമല്ല ഇത്. ദിസ് ഇസ് എ ക്രൈം. ആ ക്രൈമിനെ CRPC അനുസരിച്ച് തന്നെ നടപടികൾ ഉണ്ടാവണം. അവിടെ അഡ്വക്കേറ്റ് ടി ബി ഒരു കാര്യം രാഹുൽ, എനിക്ക് ഇതിന്റെ ഒരു ഡിഫൻസ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. അതായത് ജസ്റ്റിസ് ബാബുവിൻ്റെ ജഡ്ജ്മെൻറ്റിൽ വളരെ വ്യക്തമായി പറയുന്നു, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഇതിൽ ആളെ കിട്ടിയാൽ CRPC പ്രകാരം കേസെടുത്ത് മുന്നോട്ട് പോകാം എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫാക്ട് ഫൈൻഡിങ് അന്വേഷണം നടക്കുന്നു. അത് ഒരു ജഡ്ജി തന്നെയാണ് നടത്തുന്നത്. മൊഴിയിലുണ്ട് ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ളത്, ഞാനിത് രാത്രി 9:50 ഉപയോഗിച്ചു എന്ന്, ഞാനിത് 12:30ക്കും 1 മണിക്കും ഇടയിൽ പരിശോധിച്ചു എന്ന്. പക്ഷേ എൻ്റെ ഫോണ് തകർത്ത് കളഞ്ഞു, എൻ്റെ ഫോണ് കാണാനില്ല എന്ന് അത് തെളിവ് ഏതെങ്കിലും തരത്തിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നിഷേധിച്ചുകൊണ്ട് ഇവർ മൊഴിയും നൽകുന്നു. തെളിവ് നശിപ്പിച്ചു. അപ്പോൾ എൻ്റെ ചോദ്യം നോക്കൂ രാഹുൽ ഈശ്വർ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കെതിരെ നടപടി വേണ്ടേ? ഇപ്പം ഞാനാണ് ഏതെങ്കിലും തരത്തിലൊരു നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് എങ്കിൽ തന്നെ എനിക്കെതിരെ കേസുണ്ടാകും. ആ നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയ ആ ഡിവൈസ് ഞാൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് നശിപ്പിക്കലും എൻ്റെ പേരിൽ ചുമത്തും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നടപ്പ്. അപ്പോൾ അത് ജുഡീഷ്യൽ ഓഫീസർമാർക്കെതിരെയാണെങ്കിൽ പറ്റില്ല എന്നാണോ രാഹുൽ? എന്താ അതിൻ്റെ ഒരു ഡിഫൻസ് എന്താ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല സാർ. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പൊ സാർ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഫാക്ട് ഫൈൻഡിങ് കമ്മീഷൻ വന്നു, എന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ മനസ്സിലാക്കി, ഞാൻ ലൈവ് ലോ മാത്രമേ വായിച്ചുള്ളൂ, എനിക്ക് ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വാസ് നോട്ട് ഇന്റൻഡഡ് ടു ബി എനി കൈൻഡ് ഓഫ് സീക്രസി വേണ്ട, ഇവർക്ക് അതിന്റെ എല്ലാ സബ്മിഷനും കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷെ ഇതിൽ ഏക സംശയം, ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയ്ക്കും ഈ വിഷയത്തിൽ ഒരുപാട് കാലമായി ഇടപെടുന്ന വ്യക്തി എന്ന നിലയ്ക്കും ഇത് യൂട്ടിലൈസ് ചെയ്ത്, ഇത് മിസ്യൂസ് ചെയ്ത്, കൃത്യം പറഞ്ഞാൽ 1 മാസം മുമ്പ് ഹൈക്കോടതി പറഞ്ഞ പോലെ ഇറ്റ് മൈറ്റ് ഫ്രസ്ട്രേറ്റ് ദ ട്രയൽ
ട്രയൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം ട്രയലിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്നൊരു സംശയം നാച്ചുറലി തോന്നുന്നുണ്ട്. അല്ലേ അത് രാഹുൽ മിനി പിന്നെയും മാഡം അതാ പറയുന്നത്. രാഹുൽ വീണ്ടും പഴയ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഇല്ലെന്നേ. അല്ല, കാര്യം അവർക്ക് സാർ, അവർക്ക് point അങ്ങനെ ഒരു ഇതാണ്. ആവശ്യമില്ല. അവർക്ക് 118-ല് പുനരന്വേഷണം വേണമെന്നും കാര്യം ചോദിച്ചോട്ടെ. മിനി അഡ്വക്കേറ്റ് ടി പി മിനി നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതും ഇത് മുമ്പോട്ട് രാഹുലിനോട് വെക്കുന്നതും ഞാൻ ഇത് വളരെ നീട്ടി ബേസിക് ആയ ഒരു കൊണ്ടുപോകാൻ ക്വസ്റ്റ്യൻ ആണ് ആളെ ചോദിച്ചത്. ആ ശിക്ഷിക്കാൻ ക്വസ്റ്റിന് വേണ്ടിയുള്ള ഡിഫൻസ് എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി. രാഹുലിനെ മിനി അതെന്താ രാഹുലിന് അത് അറിയാം. രാഹുലിന് അറിയാം. അപ്പൊ അറിയാവുന്ന ഒരു വിഷയത്തില് രാഹുലിന് ഇങ്ങനെ വേറെ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് രാഹുൽ എന്ത് ചെയ്യാൻ ഒഴിഞ്ഞു പറയാം. കൂറുമാറാൻ പറ്റില്ല രാഹുൽ ഈശ്വരന്. അല്ല രാഹുലിന് കൂറുമാറാൻ പറ്റാത്തതുകൊണ്ടാണോ അതോ ആ പറയുന്ന ഒരു ആ പറയുന്ന ഏരിയയിൽ നിന്ന് ഇന്ന് ഈ കേസിൽ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ടെന്നും അത് ഡിഫെൻഡ് ചെയ്യണമെന്നും പറഞ്ഞു വിട്ടിട്ടുണ്ടോ? അങ്ങനെയല്ല സാർ, നേരെ തിരിച്ച് ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ സ്ട്രാറ്റജി വൈകാരികമായി നമ്മുടെ അതിജീവിതയുടെ പ്രൈവസി എന്ന വളരെ ജെനുവിനായ വിഷയം ഉപയോഗിച്ച് അതിജീവിതയുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാനല്ല ഇവിടെ നോക്കുന്നത്.